ഹായ് എവരി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. ക്യാൻസൺ പേപ്പറിലാണ് വാട്ടർ കളർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യൂസ് ചെയ്ത കളർ ക്യാമലിൻ്റെ ആർട്ടിസ്റ്റിക് വാട്ടർ കളർ കേക്ക്സ് ആണ്. നോർമൽ വാട്ടർ കളർ ബ്രഷ് ഉപയോഗിച്ചിട്ടും പിന്നെ വാട്ടർ ബ്രഷ് ഉപയോഗിച്ചിട്ടുമാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി നോർമലായിട്ടുള്ള വാട്ടർ കളർ ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജൈനയുടെ ബ്രഷാണ് ഞാൻ ഡീറ്റെയിൽ ഒക്കെ ചെയ്യാൻ വേണ്ടി വാട്ടർ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യാൻ നല്ല സുഖമാണിത്, അതുകൊണ്ടാണ് ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ ചെയ്തൊരു സീനറി ഇവിടെ റിക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെറ്റ് ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ കളർ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. വാട്ടർ കളർ കേക്ക്സ് ആയതുകൊണ്ട് തന്നെ കളർ മിക്സ് ചെയ്യാതെ പേപ്പറിൽ നിന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി വെറ്റായ പേപ്പറാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഇത് ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് ഗ്രീൻ ആണെങ്കിൽ സാപ്പ് ഗ്രീൻ, വെരിഡിയൻ ഹ്യൂ, എമറാൾഡ് ഗ്രീൻ ആണ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് ഷെയ്ഡ് വരേണ്ട അടുത്ത് റോംബറും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് ക്രിംസൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ യെല്ലോ ഓക്കർ ചുമരുകൾ വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു 6 മാസങ്ങൾക്കൊക്കെ ശേഷമാണ് ഞാൻ വാട്ടർ കളർ പിന്നെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വാട്ടർ കളർ ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എപ്പോഴും ഫീൽ ചെയ്യായിരുന്നു. ഒരു പേടിയായിരുന്നു, ശരിയാവോ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒന്ന് ചെയ്ത് വരുമ്പോൾ വേറൊന്നെന്നുള്ള രീതിയാണ് വാട്ടർ കളർ ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് പറ്റാറുള്ളത്. വിചാരിച്ച റിസൾട്ട് ചിലപ്പം കിട്ടണമെന്നില്ല, ചിലത് വിചാരിക്കാത്തതുപോലെ നന്നാവുകയും ചെയ്യും. വാട്ടർ കളർ ചെയ്യുന്ന ഒരു ലക്ക് തന്നെയാണെന്ന് പറയേണ്ടി വരും. നമ്മളൊരു ലക്ക് പോലെ ഇരിക്കും ഒരു വർക്ക് നന്നാവുന്നത് മോശമാവുന്നതും ഒക്കെ. പേപ്പറിൻ്റെ സ്വഭാവം, നമ്മളെടുക്കുന്ന വെള്ളത്തിൻ്റെ കണക്കൊക്കെ വെച്ചിട്ടാണ് ഒരു വാട്ടർ കളർ നന്നായി ഇല്ല എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓരോ വർക്കും ഓരോ രീതിയിലായിരിക്കും. പൊതുവേ ഇലകളൊക്കെ വരയ്ക്കുമ്പം പെയിൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒന്നെങ്കിൽ കളർ സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ടതുപോലെ മാത്രമായിരിക്കും ഉണ്ടാവുക. പെർഫെക്റ്റായിട്ട് അതൊരു ചെടി പോലെയും ഇലകൾ പോലെയൊക്കെ തോന്നിപ്പിക്കണമെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി പെയിൻറ്റ് ചെയ്യണം. അധികവും എനിക്ക് എപ്പോഴും നിരാശ തോന്നാറുള്ളത് ഈ ഒരു പെയിൻറ്റിങ്ങിലായിരുന്നു. വാട്ടർ ബ്രഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു പേടി ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇന്ന് പെയിൻറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ മരങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോട്ടായിട്ട് ലെമൺ യെല്ലോ വാഷ് ചെയ്ത്, ലൈറ്റായിട്ട് ലെമൺ യെല്ലോ വാഷ് ചെയ്ത് അതൊന്ന് വെറ്റൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് സാപ്പ് ഗ്രീനും എമറാൾഡ് ഗ്രീനും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. അതിനിടയിൽ ഒരു ഐഡിയ തോന്നി, വെള്ളം നന്നായിട്ട് അപ്ലൈ ചെയ്ത്, അതായത് ഡോട്ട് ഡോട്ട് പോലെ അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് കളറ് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഒരു നല്ലൊരു രസമുള്ളൊരു വാഷായിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു.